സർജറിക്ക് വേണ്ടി അമ്മേനെ തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം കൈക്കൊരു ചെറിയ സർജറി ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൽ ആളെ കയറ്റി കഴിഞ്ഞപ്പോൾ പുറത്തിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു പേടിയിൽ നിന്ന് ഞാനൊരു നേർച്ച നേർന്നു, അമ്പലത്തിലേക്ക് അമ്മേനെ ഒന്ന് കൊണ്ടുപോയേക്കാം. അപ്പം ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. സെറ്റും മുണ്ടൊക്കെ ആളെ ഒടിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ണും പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ മുടി കെട്ടുന്നതായിരുന്നു ഒരു പണി. അമ്മയ്ക്ക് അമ്മ കെട്ടുന്ന ഒരു രീതിയുണ്ട്, പക്ഷെ അത് ഞാൻ എന്ത് ചെയ്താൽ കെട്ടിയിട്ട് വരുന്നുണ്ടായില്ല. പിന്നെ എളുപ്പവഴിക്ക് ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ക്ലിപ്പ് അങ്ങോട്ട് കൊടുത്തു. പിന്നെ സിന്ദൂരൊക്കെ തൊട്ട് ആൾ സുന്ദരിയായി. അത് കഴിഞ്ഞ് ചിന്നുവിനെയും ഞാൻ തന്നെ ഒരുക്കി. അവരെ രണ്ടുപേരും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റെഡിയാവാൻ. പിന്നെ ഈ വിളക്ക് നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് നേർന്നതാണ്. അപ്പോൾ ആ വിളക്ക് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കും വീട്ടിൽ കുറേ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയത്. പോകുന്ന വഴി അമ്മയുടെ കയ്യിൽ കെട്ട് കണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അറിയാവുന്നവരൊക്കെ കഴിക്കുന്നത് പറ്റി. പിന്നെ അമ്മ അവരോട് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേ നേരം നിന്നിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ എത്തിയത്. വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സമാധാനമായിട്ട് നമുക്ക് അമ്പലത്തിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സമയമാണ്, അങ്ങനെ അധികം ആളുകളില്ലാത്തത്. പിന്നെ നമ്മൾ കൊണ്ടുപോയ പൂവും നിലവിളക്കും അവിടെ നടക്കി വെക്കണമായിരുന്നു. നിലവിളക്ക് നമ്മൾ കത്തിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് തിരിയിട്ടിട്ട്. അപ്പോൾ നമ്മൾ തിരിയും വിളക്കിലൊഴിക്കാനുള്ള എണ്ണ അവിടെ നിന്ന് തന്നെ വാങ്ങി. അമ്മ അങ്ങനെ വിളക്കിൽ തിരിയിടുന്നതും എണ്ണ ഒഴിക്കുന്നതും പിന്നെ തിരി തെളിയിക്കുന്നതും ഒക്കെ നമ്മളിങ്ങനെ നോക്കി കണ്ടിരുന്നു. എൻ്റെ ഒപ്പം ചിന്നു ഉണ്ടായിരുന്നു. അമ്പലത്തിൽ അപ്പോഴും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് ചുറ്റമ്പലമൊക്കെ തൊഴുതു വരാൻ പറ്റി. അങ്ങനെ ചുറ്റമ്പലമൊക്കെ തൊഴുതു വന്ന് നമ്മൾ കുറച്ച് നേരം നട അടച്ചപ്പോൾ അവിടെ ഇരുന്നു. ചിന്നു ഉണ്ടായിരുന്നു. പിന്നെ ചിന്നുവിൻ്റെ ഓരോ കളികൾ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.